പ്രണയാഗ്നി ആൻ എറ്റേണൽ ലവ് ഭാഗം 1. ആ മഹിയേട്ടാ, മതി. വികാരത്താൽ അവളുടെ ശബ്ദമാകെ കുഴഞ്ഞുപോയി. തൻ്റെ വയറിലാകെ ചുംബനം കൊണ്ട് മൂടുന്ന മഹിയെ അവൾ അവിടേക്ക് കൂടുതൽ അമർത്തി. അർദ്ധനഗ്നയായി കിടക്കുന്ന അവളുടെ മാറിലേക്ക് അവൻ മുഖം പൂഴ്ത്തി. മഹിയേട്ടാ, അവളുടെ ചിന്നി ചിതറും പോലുള്ള ശബ്ദം. അവൻ അവളുടെ മാറിൻ്റെ നടുവിലൂടെ നാവ് കൊണ്ടൊന്ന് ചലിപ്പിച്ചു. അവൾ കിടക്കയിൽ നിന്ന് ഉയർന്നു പൊങ്ങി. നാണത്തോടെ അവൾ തിരിഞ്ഞു കിടക്കാനൊരുങ്ങി. പക്ഷേ അപ്പോഴേക്കും അവൻ അവളുടെ നഗ്നമായ മാറിലേക്ക് മുഖം പൂഴ്ത്തി. ഇടതു മാറിലേക്ക് അവൻ ചേക്കേറിയതും അവൾ അവൻ്റെ മുടിയിഴകളിലേക്ക് അവളുടെ കൈ കടത്തി. അവളുടെ മാറിനെ ഒന്നാകെ അവൻ നുണഞ്ഞു. തടയാനുള്ള ശക്തി അവളുടെ കൈകൾക്കുണ്ടായില്ല. അവളുടെ കഴുത്തിലാകെ അവൻ ചുംബിച്ചു. കൈകൾ അവളിൽ ചലിച്ചു. അവളിലെ പെണ്ണുണർന്നു തുടങ്ങിയത് അവൾക്കും അവനും മനസ്സിലായി. അവനൊന്നു മൂളി. അവൻ അവളെ മുഴുവനായും അറിയാൻ തോന്നി. ഇരുവരും പരസ്പരം ഒന്നാവാൻ തയ്യാറായി. അവൻ അവളുടെ പാവാട വലിച്ചു താഴ്ത്താൻ തുടങ്ങിയതും വാതിലിൽ ആരോ മുട്ടി. ദേവാ, മോളെ ദേവൂട്ടി. അത് കേട്ടതും അവൾ അവൻ്റെ തല കഴുത്തിൽ നിന്നും പിടിച്ചുയർത്തി. അവൻ കലങ്ങിയ കണ്ണുകളോടെ അവളെ നോക്കി. അപ്പച്ചി വിളിക്കുന്നുണ്ട്. കിതപ്പും നിശ്വാസവും നിറഞ്ഞ അവളുടെ സ്വരം. എടാ ദേവാ. അപ്പോഴേക്കും വീണ്ടും വാതിലിൽ കൊട്ടുകേട്ടു. അവൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ആ അപ്പച്ചി ഇതാ വരുന്നു. നിന്നെ അന്വേഷിച്ചതാ യദു വന്നിട്ടുണ്ട്. അവനെന്തോ പറയാനുണ്ടെന്ന്. നിൽക്കാൻ പറയ്, ഞാൻ ദാ വരുന്നു. ആ, അത് പറഞ്ഞ് അവർ പോയി. അപ്പച്ചി പോയതും അവൻ അവളെ നോക്കി. അവനെ നോക്കാതെ വേറെ എങ്ങോട്ടോ നോക്കി കിടക്കുകയാണവൾ. മാറിന് കുറുകെ പുതപ്പെടുത്തിട്ടിട്ടുണ്ട്. ഇപ്പോഴും കിതക്കുന്നുണ്ട്. അവളുടെ അർദ്ധനഗ്നത അവനെ വീണ്ടും ഭ്രാന്താക്കാൻ തുടങ്ങി. അവൻ അവളിലേക്ക് ചാഞ്ഞു വന്നു. അവളുടെ ചുണ്ടിൽ ഒന്ന് ചുംബിച്ചു മാറി. അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അപ്പച്ചി എന്ത് കരുതിക്കാണോ ആവോ? അവൾ അവനോട് പറഞ്ഞു. ഒന്നും കരുതില്ല, ഇവിടെ ഇതൊക്കെ തന്നെ ആവുമെന്ന് അപ്പച്ചിക്കറിയാം. അത് പറഞ്ഞ് അവളുടെ കവിളിലൊന്ന് ചുംബിച്ച് അവളുടെ ദേഹത്തെ പുതപ്പ് മാറ്റി അവനായിട്ട് അഴിച്ചെടുത്ത അവളുടെ വസ്ത്രങ്ങളെല്ലാം തിരികെ ഇട്ടുകൊടുത്തു. ഇനി അധികം കാത്തിരിപ്പില്ല. എൻ്റെ പ്രണയം നിന്നിലേക്കൊഴുകാൻ അധികം സമയമില്ല ദുർഗേ. അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളൊന്ന് പിടച്ചു. അവനിൽ നിന്നും അവൾ നോട്ടം മാറ്റിക്കളഞ്ഞു. അത് കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. യദു വന്നിട്ടുണ്ട്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാട്ടോ. അത് പറഞ്ഞ് അവൻ മുറി തുറന്നു പുറത്തേക്കിറങ്ങി. പ്രണയിനിയുടെ ചുണ്ടുകൾ ചുംബനം കൊതിക്കവേ ചന്ദ്രലേഖ മുകിലിനോട് എന്തു ചൊല്ലി അറിയുമോ? അവളുടെ വിറയ്ക്കുന്ന അധരങ്ങളെ നോക്കി അവൻ പാടി. അവൻ്റെ മധുരമായ സ്വരം കേട്ടതും അവൾ കണ്ണുകൾ തുറന്നു. അവൻ്റെ മുഖം അവളുടെ മുഖത്തിന് അത്രയും അടുത്തായിട്ടാണ് നിൽക്കുന്നത്. സത്യമല്ലേ? നിന്റെ ചുണ്ടുകളിപ്പോൾ എന്നിൽ നിന്നൊരു ചുംബനം ആഗ്രഹിക്കുന്നു ദുർഗ. അവൻ്റെ ശ്വാസം തൻ്റെ ചുണ്ടുകളിൽ വന്ന് പതിക്കുന്നു. അവൾ മിണ്ടിയില്ല. അവളിലും കൂടുതൽ തന്നിലെ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നത് അവനാണ്. ഇപ്പോൾ നിന്നെ ഞാൻ ചുംബിച്ചാൽ അതൊരു ചുംബനത്തിൽ അവസാനിക്കില്ല ദുർഗേ. അവൻ്റെ വശ്യത തീർത്ത കനത്ത നിശ്വാസം കലർന്ന സ്വരം. അവൻ്റെ ശബ്ദം പോലും അവളെ വിവശയാക്കി. എനിക്ക് വേണം. അവളുടെ വികാരത്താലുള്ള ശബ്ദം. അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. ഞാൻ നിൻ്റേതാണ്. എന്നിലുള്ളതെല്ലാം നിനക്കാണ്. നിനക്കെടുക്കാം. ഒട്ടും താമസിച്ചില്ല. അവളുടെ ചുണ്ടുകൾ അവൻ്റേതിനെ പൊതിഞ്ഞു. വേദന എന്തെന്നറിയാത്ത ചുംബനം. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലും വയറിലുമായി പരതി നടന്നു. സാരിയുടെ മറ നീക്കി അവൻ്റെ വിരലുകൾ അവളുടെ പൊക്കിൽ ചുഴിക്കു ചുറ്റും വട്ടമിട്ടു. അവളുടെ കൈകൾ അവൻ്റെ പിൻതലയിൽ ഓടി നടന്നു. അവൻ്റെ മുടിയിലൂടെ അവളുടെ വിരലുകൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ചുംബനം ഒരു പുഴ പോലെ ശാന്തമായിരുന്നു. അവൻ്റെ നാവിലേക്ക് അവളുടെ ചുംബനം എത്തി നിന്നു. അവൻ്റെ ഇടത് കൈയിലെ പെരുവിരൽ അവളുടെ പൊക്കിൽ ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങി. അവളുടെ കിതപ്പുയർന്നു. അവൾക്കവനെ എത്ര ചുംബിച്ചിട്ടും മതിയാവുന്നുണ്ടായില്ല. ഏതോ നിമിഷത്തിൽ അവളും അവനെ തിരികെ ചുംബിച്ചു. അവൻ്റെ കൈകൾ വയറിൽ നിന്നും അവളുടെ മാറിലേക്ക് തെന്നി നീങ്ങി. അവളുടെ മാറിൽ അവൻ്റെ കരങ്ങൾ അമർന്നു. മഹിയേട്ടാ. ചുംബനം നിർത്തി അവൾ നിശ്വാസം കലർന്ന സ്വരത്തിൽ അവനെ വിളിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ തന്നിലേക്ക് പടർന്നു കയറാനുള്ള ആഗ്രഹം അവൾ കണ്ടു. പെട്ടെന്നാണ് എന്തോ പാത്രം വീണുടയുന്ന ശബ്ദം അവർ കേൾക്കുന്നത്. ഇരുവരും ഒരുപോലെ ഞെട്ടി. നോക്കുമ്പോൾ പൂച്ച കയറിയതാണ്. ഇരുവരും ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. ഹോ, ഞാൻ കരുതി അപ്പച്ചിയാണെന്ന്. അവനത് പറഞ്ഞിട്ടും അവൾ അവനെ നോക്കിയില്ല. അവളുടെ മുഖത്ത് പതർച്ച നിറഞ്ഞു. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെ അവൾ പറഞ്ഞു. മഹിയേട്ടൻ പോവാൻ നോക്കിയേ, ഞാൻ ഈ പണിയൊക്കെ തീർക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അടുക്കളയിൽ ജോലിയിലേക്ക് തിരിഞ്ഞു. അവൻ അവളെ വീണ്ടും പിറകിലൂടെ ചുറ്റിപ്പിടിച്ചു. മഹിയേട്ടാ, ഒന്ന് വിട്ടേ. അപ്പച്ചി കണ്ടാൽ നല്ലത് പറയും. നിന്നോട് ആരാണ് ഈ വ്രതമൊക്കെ എടുക്കാൻ പറഞ്ഞത്? നമുക്ക് വ്രതം മുറിക്കാം. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇന്ന് രാവിലെ തുടങ്ങി നാളെ വരെ. അത്ര നേരം ഒന്നും കഴിക്കാതിരുന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കില്ല. അതല്ല ഞാൻ പറഞ്ഞത്, മറ്റേത്. ഏത്?
അവൻ അവളുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. അത് കേട്ടതും അവളുടെ മുഖം ചുവന്നു വന്നു. ചീ, കൊല്ലും ഞാൻ. മഹിയേട്ടൻ പോയേ, ഞാൻ അപ്പച്ചിയെ വിളിക്കൂല്ലെങ്കിൽ. അത് പറഞ്ഞ് അവൾ അവനെ അടുക്കളയിൽ നിന്നും പുറത്തേക്കുന്തി. ഞാനിങ്ങനെ കന്യകനായി നിന്ന് പോകുള്ളൂ എന്ന് തോന്നുന്നു. ഇതൊന്നും കാണാൻ ഇവിടെ ആരുമില്ല എൻ്റെ ദേവി. അയ്യേ, മിണ്ടാതിരിക്കും മഹിയേട്ടാ. ഞാൻ മിണ്ടുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. വ്രതം കഴിയുമ്പോൾ എങ്കിലും എന്നെ ഒന്ന് പരിഗണിക്കണം. അവൾക്ക് ഇതിനൊക്കെ എന്ത് മറുപടി പറയണമെന്നറിയില്ലായിരുന്നു. ആരുമില്ലാത്ത, അവർ മാത്രമുള്ള സമയങ്ങളിൽ അവൻ ഇങ്ങനെയാണ്. കുഞ്ഞു കുട്ടികളുടെ കണക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ദോശയ്ക്കുള്ള സാമ്പാർ ഉണ്ടാക്കുവാണവൾ. മഹി അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നലെ യദു എന്തിനാ വന്നത് മഹിയേട്ടാ? അത് നീ ഇപ്പോഴാണോ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കണമെന്ന് കരുതി, പക്ഷെ വിട്ടുപോയി. അവൻ ആ ബൈക്ക് എടുക്കാൻ വന്നതാണ്. ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ, അത് ഞാൻ അവന് കൊടുത്തു. അല്ലെങ്കിൽ ഇന്നലെ എന്തെങ്കിലുമൊക്കെ നടന്നേനെ. അത് കേട്ടതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എന്താടി നോക്കുന്നത്? അത് ചോദിച്ച് അവൻ അവളുടെ കവിളിലൊരു കുത്തു കൊടുത്തു. എനിക്കിങ്ങനെ കാത്തിരിക്കാനാവും യോഗം. ദേ, മിണ്ടാതിരുന്നോ, ഇല്ലെങ്കിൽ അപ്പച്ചി വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ അപ്പച്ചി എന്നെ മൂക്കിൽ വലിച്ചു കയറ്റും. ഡാ. അപ്പോഴേക്കും പിന്നിൽ നിന്ന് അപ്പച്ചിയുടെ സ്വരം ഉയർന്നു. അവളെ നോക്കുമ്പോൾ നല്ല ചിരിയാണ്. അവൻ പണി തന്നതാണ് എന്ന് മനസ്സിലായി. നിനക്കെന്താടാ അടുക്കളയിൽ പണി? ഞാനിവളെ സഹായിക്കാൻ വേണ്ടി വന്നത്. ഇപ്പോൾ കൂടുതൽ സഹായം വേണ്ട. ആവശ്യമുള്ളപ്പോൾ അവനൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നിട്ടിപ്പോൾ സഹായം ചെയ്യാൻ വന്നേക്കുന്നു. അവനാണെങ്കിൽ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന രീതിയിൽ നിൽപ്പാണ്. അവൻ പതിയെ അടുക്കളയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. തിരിഞ്ഞവളെ നോക്കിയപ്പോൾ അവൾ അവനെ തന്നെ നോക്കി ചിരിയാണ്. നിനക്ക് ഞാൻ തരാടി എന്ന് പറഞ്ഞ് അവൻ ചുണ്ടനക്കി. അത് കണ്ടതും അവളുടെ ചിരി നിന്നു. തിരിഞ്ഞു നിന്ന് സാമ്പാർ ഇളക്കി. അടുക്കളയിൽ തിരിഞ്ഞു നോക്കാത്തവനാണ്, ഇനി എന്തൊക്കെ കാണണമെന്നാവോ എന്നൊക്കെ അപ്പച്ചി പറയുന്നുണ്ട്. ദേവുട്ടി, സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞോ? കഴിഞ്ഞപ്പച്ചി. ദാ, കായം കൂടി ഇട്ടാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. എങ്കിൽ അപ്പുറത്തേക്ക് പൊയ്ക്കോ, കൂടുതൽ പണിയെടുക്കണ്ട. ഭക്ഷണം കഴിക്കാത്തതല്ലേ, ക്ഷീണം കാണും. അത് പറഞ്ഞതും അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. ആവശ്യത്തിന് വെള്ളം കുടിക്കണം കേട്ടോ. ആ. അവൾ മുറിയിൽ വന്ന് നോക്കുമ്പോൾ മഹി ഷർട്ട് മാറുകയാണ്. ഒരു നീല ഷർട്ടും ഗ്രേ കളർ ജീൻസൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. മുടി ചീകി നിൽപ്പാണ്. അവൾ മുറിക്കകത്തേക്ക് കയറി. ഇടം കണ്ണാലെ അവൾ അകത്തേക്ക് കയറിയത് അവൻ കണ്ടു. എന്നാലും അവളെ നോക്കിയില്ല. അവൾ നടന്നു വന്ന് അവൻ്റെ മുന്നിലായി നിന്നു. അപ്പോഴും അവൻ അവളെ നോക്കാൻ പോയില്ല. കുറച്ചു നേരമായിട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അവളുടെ മുഖം പരിഭവത്തോടെ വീർത്തു. മഹിയേട്ടാ. അവൻ അവളെ നോക്കി, പക്ഷെ ഒന്നും മിണ്ടിയില്ല. അവൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് അവനെ വീണ്ടും വിളിച്ചു. മഹിയേട്ടാ. എന്താ? അവൻ്റെ ഒച്ച ഉയർന്നു. അവൾ ഞെട്ടിപ്പോയി. അവളുടെ മുഖം വാടി. ഒന്നും മിണ്ടാതെ അവൾ കട്ടിലിൽ പോയിരുന്നു. അവൻ അവളെ ഒന്ന് നോക്കി. വീണ്ടും മുടിയൊക്കെ ശരിയാക്കി. ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്തിരിക്കുന്ന ചെയറിലിരുന്ന് ഷൂസ് ഇട്ടു. ഇടം കണ്ണിട്ട് അവളെ നോക്കിയപ്പോൾ മുഖമാകെ മാറിയിരിക്കുന്നുണ്ട്. അവൻ ഷൂസ് ഇട്ട് കട്ടിലിൽ അവളുടെ അടുത്തായി വന്നിരുന്നു. ദുർഗേ. അവളും മിണ്ടാൻ പോയില്ല. ദുർഗേ. അവൻ വീണ്ടും വിളിച്ച് അവളുടെ മുഖം താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. കണ്ണിൽ കണ്ണുനീർ ഉരുണ്ടുകൂടിയിരിക്കുന്നു. അത് കണ്ടതും അവൻ്റെ മുഖം മാറി. കരയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ദുർഗേ? അവൻ്റെ ശബ്ദത്തിൽ വന്ന മാറ്റം. നിമിഷ നേരം കൊണ്ട് അവൾ ആ കണ്ണുനീർ തുടച്ചെടുത്തു. ഒരു നിമിഷം പഴയ മഹിയെ ഓർത്തുപോയി അവൾ. അവൻ അവളുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റു. അവളുടെ മുഖം കയ്യിലെടുത്ത് നെറുകയിലൊന്ന് ചുംബിച്ചു. വ്രതമാണ്, അധികം ജോലിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അപ്പച്ചി പോയാൽ പിന്നെ ഓടി നടക്കരുത്. വെള്ളം കുടിക്കണം. അവൾക്ക് പരിഭവമാണെന്ന് മനസ്സിലായി. അവൻ അവളുടെ ചെവിയരികിലേക്ക് മുഖം അടുപ്പിച്ചു. അവൻ്റെ ശ്വാസം മുഖത്ത് തട്ടിയതും അവൾക്ക് ഇക്കിളിയായി. അവൾ കഴുത്തൊന്ന് വെട്ടിച്ചു. അപ്പച്ചി എന്നെ ചീത്ത പറഞ്ഞപ്പോൾ ചിരിച്ചതിനുള്ളത് ഞാൻ തരാം. ഈ വ്രതമൊക്കെ ഒന്ന് കഴിയട്ടെ, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് തരുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞ് അവളുടെ ഷോൾഡറിലെ ഡ്രസ്സൊന്ന് നീക്കി അവിടെ അവൻ അമർത്തി ചുംബിച്ചു മാറി. അവളൊന്ന് ഉയർന്നു. ഇങ്ങനെ കുറുകല്ലേ, അതിനൊക്കെ ഇനിയും സമയമുണ്ട്. മഹിയേട്ടാ. എന്തോടാ കുഞ്ഞാ? പോവാൻ നോക്കിയേ. അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല, പോകാൻ പോകുക. അത് പറഞ്ഞ് അവളുടെ കവിളിലൊന്ന് ചുംബിച്ച് അവൻ ഇറങ്ങി. മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പച്ചി ഇരിക്കുന്നുണ്ട്. അവരുടെ കവിളിലും അമർത്തിയൊരു ഉമ്മ കൊടുത്തു. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? അവൾക്ക് വ്രതമാണെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. ആവശ്യമില്ലാത്തതൊന്നും ഒപ്പിക്കരുത്. അത് പറഞ്ഞതും അവൾ മുഖം കുനിച്ചു കളഞ്ഞു. അവനാണെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിൽ നിന്നു. പോയി ഭക്ഷണം കഴിക്കാൻ നോക്ക്. അപ്പച്ചി പറഞ്ഞതും മൂവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ശേഷം അവൻ പോകാനായി ഇറങ്ങി. ഞാൻ ഇറങ്ങുക. സൂക്ഷിച്ചു പോ. ഉത്തരവ് രാജമാതാ. അടി എന്ന് പറഞ്ഞ് അപ്പച്ചി കൈയോങ്ങി. അവരോടെല്ലാം യാത്ര പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി.
ഉമ്മറപ്പടിയിൽ വരെ അവളും കൂടെ ചെന്നു. കാറിൻ്റെ അടുത്തെത്തി കയറുന്നതിന് മുൻപ് അവൻ അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി കാണിക്കാനും മറന്നില്ല. തുടരും. സോ യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുവാണ്, പ്രണയാഗ്നി. ഇതൊരു റൊമാൻറ്റിക് സ്റ്റോറിയാണ്. ഞാൻ കഴിഞ്ഞ പാർട്ടിലൊക്കെ പോസ്റ്റായിട്ട് ഇട്ടിരുന്നു. ഒരു റൊമാൻറ്റിക് സ്റ്റോറിയാണ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതിയാണ് ഞാൻ ഇടുന്നത്. കാരണം പ്രണയം അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റെങ്കിലും ഞാൻ കാണും, റൊമാൻസ് വേണം എന്നുള്ളത്. സോ ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റൊമാൻസ് അല്ല, എന്നാൽ ആവശ്യത്തിന് റൊമാൻസൊക്കെ ഉള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റോറി ഫസ്റ്റ് പാർട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിർത്തിയിട്ട് ലാസ്റ്റ് എല്ലാ പാട്ടും അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കേൾക്കണമെങ്കിൽ കേൾക്കാം, ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് കേൾക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് കരുതണത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ടും കമൻറ്റ് മനഃപൂർവ്വം ഇടാണ്ട് പോകണ്ടെന്നുള്ളത് എനിക്ക് കഴിഞ്ഞ പ്രണയത്തിൻ്റെ ലാസ്റ്റ് പാർട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലാവണത്. ബിക്കോസ് അതിൽ വന്നേക്കണ കമൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നോർമലി പ്രണയത്തിന് കിട്ടുന്ന കമൻസിനേലും ഒരു ഡബിളാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ പറ്റാവുന്നവരൊക്കെ കമൻറ്റ് ഇടുക. ഒരു കമൻറ്റ് അല്ലേ, അതങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ച് കമൻറ്റ് ഇടുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് വഴിയാണ് ഞാൻ എൻ്റെ സ്റ്റോറിയുടെ നിലവാരം എനിക്ക് മനസ്സിലാവുള്ളൂ, ഏത് രീതിക്കാണ് ഞാൻ സ്റ്റോറി എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്കത് അടുത്ത സ്റ്റോറി എഴുതുമ്പോൾ അത് ഒന്ന് ഡെവലപ്പ് ചെയ്ത് എഴുതാമല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻറ്റായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നാളെ ഇതേപോലെ തന്നെ വരാം കേട്ടോ. ബൈ.